എന്നെ മറന്നു പോയോ? ഓർക്കമില്ല. കോലുമുട്ടായി. ഇതെന്തിനാ ഇതെടുത്തോണ്ട് വന്നേ? എന്തുവാ? എന്നാ അവിടെ കൊണ്ട് വെച്ചേ. വീഡിയോകളെ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ചെയ്യണേ. ആഴ്ചയിൽ 3 ഹൈപ്പ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ ഇപ്പം അമ്മയും ഞാനും മാത്രമേ ഉള്ളേ. ഇവരെല്ലാം പള്ളിയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അമ്മയുടെ ഇന്നത്തെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സാധാരണ അമ്മ ഇവിടെ ആളെ ജോമോളിയൊന്നും കണ്ടില്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുന്നതാണല്ലോ, അന്വേഷിച്ചെടുക്കുന്നതാണല്ലോ. നമുക്ക് ഇന്നൊന്ന് നോക്കാം എങ്ങനെയാണ് നമ്മുടെ പെർഫോമൻസ് എന്ന്. എന്നാ പല്ല് തേക്ക്, കഴിക്കാൻ പല്ല് തേക്ക്, പല്ല് തേക്ക്. കഴിക്കണ്ടേ, കാപ്പി കുടിക്കണ്ടേ? കുളിക്കാനല്ല, കുടിക്കാൻ. കാപ്പി കുടിക്കാൻ സമയമായി. ചെരുപ്പൊക്കെ ആയിട്ടാണ് കയറി കിടക്കുന്നത്. കുറച്ച് നേരം ഏറ്റിയിൽ നടന്നായിരുന്നു രാവിലെ. എന്നാ ഏക്ക് ഇത് പല്ല് തേക്കണ്ടേ? പല്ല് തേക്കണ്ടേ? പല്ല് ഇല്ല പല്ല് തേച്ചില്ല. ഇല്ല തേച്ചില്ല. ഇല്ലെന്നേ, വേറെ ഇല്ലെന്നേ. പ്രത്യേകം ഇതാ, ഇതുകൊണ്ടാ തേക്കണേ. ഇതുകൊണ്ടാ തേക്കണേ. എന്നാ പൊടി കൈ തോർക്ക്. എന്നാ ഇതുകൊണ്ടാ തേക്കണത്. ഞാനിത് കൊണ്ടല്ല തേക്കണേ. പല്ല് തേക്ക്. എന്നാ ഇല്ലെന്നേ, തേച്ചില്ലെന്നേ. ഇപ്പം നേരം വെളുത്തതല്ലേ ഉള്ളൂ, വെളുത്തേ ഉള്ളൂ. അപ്പം എങ്ങനെ തേക്കുന്നേ? പല്ല് തേച്ചില്ല. എന്നാ പല്ല് തേക്ക്. പല്ല് തേച്ചിട്ട് പോകാനുള്ള, കാപ്പി കുടിച്ചിട്ട് പോകാനുള്ള. പല്ല് തേച്ച് കാപ്പി കുടിച്ചിട്ട് നമുക്ക് പോകണം. എന്നത് ഇത് പൊടിയാ, പല്ല് തേക്കാനുള്ള പൊടിയല്ലേ ഇതല്ല. ഇതുകൊണ്ട് അമ്മ സ്ഥിരം തേക്കുന്ന പണ്ട് പോലെ തേക്കണം. ഈ പൽപ്പൊടിയാ. എന്നാ എലിക്കുട്ടിയുടെ പല്ല് തേക്കണ്ടേ? എവിടെ? ഞങ്ങളുടെ കയ്യിലുണ്ടെന്നേ. ഇത് എലിക്കുട്ടിയുടെ അല്ലേ? എലിക്കുട്ടിക്കുള്ള അല്ലേ? എലിക്കുട്ടിക്ക് വേണമെന്നേ. ഇല്ലെന്നേ, തേച്ചില്ല. എന്നാ എന്നാ തേക്ക്. തേക്ക്. 2-3 തേക്കണ്ട. 36 പല്ല് തേക്കണം. 36 ഉണ്ടോ? 32 പല്ല്. 36 പോട്ടെ, 32 പല്ല്. അയ്യോ, എലിക്കുട്ടി കഴിച്ചില്ലേ? വാ. അതേ നേര് വാ. അയ്യോ എന്നെ അവളില്ല അവിടെ. ഇല്ലെന്നേ. വാ, നോക്കിക്കോ അവിടെ ഉണ്ടോ നോക്കി. അവള് പള്ളിയിൽ പോയിരിക്കുവാന്നേ. അതല്ലേ ഞാൻ വന്നത്. അവര് പള്ളിയിൽ പോയേക്കുവാ. പള്ളിയിൽ പോയേക്കുവാ അവര്. വാ, ഞാൻ ചെയ്യാനുള്ള ഇത്. എന്നാ വിടി, നേറ്റ് വാ. നമുക്ക് പോണം. നമുക്ക് വഴിക്ക് പോകാനുണ്ട്. കുറുപ്പന്തറയ്ക്ക് അരയത്ത് പോണം. അരയത്ത്. വാ, അമ്മയും കൂടെ വരണം. അരയത്ത് പോകണ്ടേ? അമ്മയുടെ വീടല്ലേ? അമ്മയുടെ വീടല്ലേ എലിക്കുട്ടിയുടെ? ആരോ എവിടെ കാണണമെന്ന് പറഞ്ഞു. അന്നമ്മയ്ക്കൊക്കെ കാണണമെന്ന്. അന്നമ്മയ്ക്കൊക്കെ കാണണമെന്ന് പറഞ്ഞു. അന്നമ്മയ്ക്കൊക്കെ കാണണമെന്ന് അങ്ങനെ എല്ലാം പറഞ്ഞു. ചേട്ടത്തി അന്നമ്മയില്ലേ? എലിക്കുട്ടീനെ. ചേച്ചിമാരവിടെ വന്നിട്ടുണ്ടെന്ന്. അത് കുറുപ്പന്തറയല്ലേ? ഇവിടെ പോയി കാണണമെന്ന്. നമുക്കും പോവാം. വാ, എനിക്ക് പല്ല് തേക്ക്. ജോലിയില്ലേ? ആദ്യം പല്ല് തേക്ക്. എനിക്കത് വേണ്ട. ഇത് വേക്ക്. ഇതാ വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റുമോ? ആര് പല്ല് തേച്ച്? എന്നിട്ട് എനിക്ക് പൽപ്പൊടി തന്ന ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. തേച്ചേറ്റ് വാ, എന്നിട്ട് നമുക്ക് കഴിക്കാം. എങ്ങോട്ടാ പോകണ്ടേ? എങ്ങോട്ടാ പോയിട്ടാലും പോയേക്കാം. കുറുപ്പന്തറയ്ക്ക് പോയേക്കാം. അമ്മ പലതൊക്കെ കഴിക്കും. പോണ്ടേ? അതാ നമ്മുടെ വീട്ടിലോട്ട് പോകാനാ.
ലോകം മുഴുവൻ നടക്കേണ്ട കാര്യം. ആ അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് എന്തെങ്കിലും മേടിക്കാൻ അത്യാവശ്യമുണ്ടെങ്കിൽ അവർ പോയി അത് മേടിക്കണം. അപ്പോൾ പെട്ടെന്ന് തീരുകയും ചെയ്യും. ആർക്ക് ബുദ്ധിമുട്ടും. അതെ, ലോകം മുഴുവൻ പോയി എന്നാ കിട്ടാൻ? ലോകം മുഴുവൻ പോണില്ലല്ലോ. ഇലക്ട്രിക് പൈസ ആയാലും അതെ അതെ, ഇന്ന് ആൾക്കാർ നോക്കുന്നില്ലെന്നേ. കാര്യം വല്ലതും ഉണ്ടാവും. അതുമില്ല, എല്ലാവരും ഇങ്ങനെ കറങ്ങി നടക്കുക. കാഴ്ചകളുടെ ലോകത്താണ് എല്ലാവരും. അപ്പം അങ്ങനെ ഞാൻ പൽപ്പൊടി കൊടുത്തിട്ടുണ്ട്, പല്ല് തേച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇത് കൊണ്ട് വെച്ചിട്ട് വരാം, നമ്മൾ കഴിക്കോ അന്നേരത്തേനും. ആ കൊണ്ടുപോവാ. ഓക്കെ. അപ്പം ഇനി കാപ്പി ആണ്, ഏത്തപ്പഴം പുഴുങ്ങിയതാണ് അമ്മയ്ക്ക് ഇന്നത്തെ കാപ്പി. രാവിലെ ഒരെണ്ണമൊക്കെ കഴിക്കുള്ളേ. നമുക്ക് തേച്ചിട്ടേറ്റ് വാ കേട്ടോ, ഞാൻ എടുത്ത് വെച്ചേക്കാം. ഏത്തപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അതാണ്. മിക്കവാറും അമ്മ ഒരു പീസൊക്കെ കഴിക്കുകയുള്ളൂ, 2 പീസ് വെച്ചേക്കാം. രാവിലത്തെ കഴിപ്പ് ഇത്രയൊക്കെ ഉള്ളു. നേരത്തെ അമ്മ ഇങ്ങനെ കപ്പനകത്തൊക്കെ വെള്ളം കൊണ്ട് അകത്ത് വെച്ച് കുടിക്കുമായിരുന്നു. ഇപ്പം വെള്ളം കുടിച്ചിട്ട് കുറവാണ്. പ്രായം മാറുന്നതിനനുസരിച്ചുള്ള പ്രശ്നമായിരിക്കും. എന്നാ പറ്റി? എന്നാ പറ്റി? ഏതാണ്ടൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. ബാ ബാ ബാ, കഴിക്കണ്ടേ? കഴിക്കണ്ടേ? രാവിലത്തെ കാപ്പി കഴിക്കണ്ടേ? രാവിലത്തെ കാപ്പി കഴിക്കണ്ടേ? ബാ, താണ്ട എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല വിശപ്പുള്ള ദിവസമാണെങ്കിൽ അമ്മയിൽ പാഞ്ഞ് നടക്കും വേണമെന്നും പറഞ്ഞ്. ഇവിടെ നമ്മൾ 2 പേരേ ഉള്ളൂ. നമ്മൾ 2 പേരേ ഉള്ളൂ ഇപ്പം. എടുത്ത് കേട്ട് കഴിച്ചോ. ആരാ ഇവിടെ ഉള്ളവരാരൊക്കെയാ? ചായ രാവിലെ ഇല്ലേ? കാപ്പിയുടെ കൂടെ ചായ ഇല്ലല്ലോ. രാവിലെ കാലിച്ചായല്ലേ കുടിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സാധാരണ കാപ്പിയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്ന കൂടെ ചായ കുടി നമുക്കില്ലല്ലോ. അങ്ങനെ ഒരു ശീലം നമുക്കില്ല. നമ്മൾ രാവിലെ ഒരു ചായ കുടിക്കും. എല്ലാവരും ഇല്ല കേട്ടോ, അമ്മയും ജോമോളൊക്കെ കുടിക്കുന്നുള്ളൂ. ഞാനും വിവാനൊന്നും രാവിലെ ചായ കുടിയൊന്നുമില്ല. വൈകുന്നേരം ഞങ്ങൾ വരെ ചായ കുടിക്കുള്ളൂ. ഇവിടെ വന്ന് ഇരുന്ന് കഴിക്കേ, അവിടെ ആരും ഇല്ല. അവിടെ ആരും ഇല്ലെന്നേ, അതിലാ പറഞ്ഞേ. ഒരു പള്ളി പോയിരിക്കുമെന്ന് പറഞ്ഞില്ലേ? അവിടെ ഇല്ല. അവർ പള്ളിയിൽ പോയി, പള്ളിയിൽ പോയേക്കുവാ. അവിടെ ഇരുന്ന് കഴിക്കുക കേട്ടോ, അവിടെ ഇരിക്കേ. എല്ലാം അടച്ചു പോയിരിക്കുക. എല്ലാവരും കൂടെ പള്ളിയിൽ പോയേക്കുവാ. എന്തായാലും വലിയ വഴക്കൊന്നും ഉണ്ടാക്കിയില്ല. ആദ്യം ഇച്ചിരി വഴക്കുണ്ടാക്കിയെന്നേ ഉള്ളൂ, പല്ല് തേക്കണ കാര്യം പറഞ്ഞ്. എങ്കിലും കുറുപ്പന്തറയ്ക്കൊക്കെ പോകാമെന്ന് പറഞ്ഞ് ഏറ്റു വന്നു. അത് അമ്മയ്ക്കുള്ള, എനിക്കവിടെ വേറെ ഉണ്ട്. എനിക്കവിടെ വേറെ ഉണ്ട്, അത് അമ്മയ്ക്കുള്ളതാ. ഞാൻ തിന്നോളാം, അമ്മ കഴിച്ച് കഴിഞ്ഞിട്ടായിക്കട്ടെ. അത് വിവീനെ കൊണ്ടുവന്ന ബിസ്ക്കറ്റിൻ്റെ കൂടല്ലേ. അല്ല അമ്മ തിന്നോ, അത് അമ്മയ്ക്കുള്ള. ഞാൻ മുറിച്ച് വെച്ചതേ ഉള്ളൂ, കട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ എടുക്കാൻ എളുപ്പത്തിന്. അമ്മ കിള്ളിക്കിള്ളിയല്ലേ തിന്നുന്നേ, അപ്പം പിന്നെ അത് എടുക്കാൻ എളുപ്പത്തിന് അങ്ങ് പീസാക്കുന്നേ ഉള്ളൂ. ഇവിടെ വേറെ ഉണ്ട്, എനിക്ക് തിന്നാൻ വേറെ ഇരിപ്പുണ്ട്. അതിനകത്ത് വീട്ടിൽ കൊണ്ടുപോകണേ, വീട്ടിൽ കൊണ്ടുപോകണം. അതിനകത്തിനാ നമുക്ക് തിന്നാനല്ലേ. ഏയ് അതൊന്നും കൊണ്ടുപോകണ്ട. പിന്നെ അവിടെ വേറെ ഉണ്ട്. ഏത് എവിടെ എവിടെ? അത് ഈ വീടിൻ്റെ ഭാഗമാണ്, അത് നമ്മുടെ അടുക്കളയല്ലേ.
ഒരു പള്ളിയിൽ പോയെന്നേ. അവരെല്ലാം കൂടെ പള്ളിയിൽ പോയിരിക്കുക. അത് വീടിൻ്റെ അടുക്കളയല്ലേ? വീടല്ലേ, ഈ വീടല്ലേ, ഈ വീടിൻ്റെ അടുക്കളയാണ് അത് കേട്ടോ. ആ, പള്ളിയിൽ പോയിട്ട് വന്നിട്ട് വേണം കഴിക്കാനായിട്ട്. രാവിലെ കഴിച്ചിട്ടായിരിക്കും പോയെ. കഴിച്ചിട്ടാ പറ്റാ പോയേക്കണേ. അല്ല പിന്നെ രാവിലെ പോയി വയറ് കാഞ്ഞിരിക്കണ്ടേ? ഗ്യാസ് കയറിയല്ലേ കഴിക്കാതെ പോയാ. പപ്പായില്ല, മമ്മിയില്ല, പിള്ളേരും ഇല്ല, ആണുങ്ങളും ഇല്ല. ഇവിടെ ഇത്രയും പേരൊക്കെ അല്ലേ ഉള്ളൂ. നമ്മൾ ഇത്രയും പേരല്ലേ ഇവിടെ ഉള്ളൂ. നമ്മൾ 4 പേരല്ലേ ഇപ്പം നിലവിൽ ഇവിടെ ഉള്ളൂ. 4 പേരുണ്ടോ? ആ, അത് 2 പേര് പള്ളിയിൽ പോയി, പിന്നെ നമ്മൾ 2 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ടൂറിന് പോയിരിക്കുക. അവർ വന്നില്ല. പള്ളിയിൽ പോയതാണ് അമ്മയും പറ്റാണ്. ആ, ജോമോളമ്മയും മകനും കൂടെ പള്ളിയിൽ പോയി. അമ്മ ജോമോളമ്മയും മകനും കൂടെയാണ് പള്ളിയിൽ പോയേക്കണേ. ആ, പിന്നെ ഉള്ളത് നമ്മൾ 2 പേരേ ഉള്ളൂ. ചേട്ടായിയൊക്കെ ശങ്കരിയും കുട്ടുവും ചേച്ചിയില്ല അവിടെ ടൂറിന് പോയി. ആ, അവർ എറണാകുളത്തുനിന്ന് ടൂറിന് പോയിരിക്കുക. ചേട്ടായിയൊക്കെ പോയോ? ആ, ടൂറിന് പോയിരിക്കുക. ടൂറ് പോയിരിക്കുക. ആ, അവരോ? ആ, ഇപ്പോഴോ? ആ, എത്ര ദിവസമായി? 2 ദിവസമായി. പിള്ളേരൊക്കെ വന്ന് നാട്ടിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണ്ടേ? അവിടുത്തെ കാഴ്ചകൾ മാത്രമല്ലേ കാണുന്നുള്ളൂ. അവരെ അവിടുത്തെ കാഴ്ചകളല്ലേ പിള്ളേരൊക്കെ കണ്ടിട്ടുള്ളൂ. നാട്ടിലെ കാഴ്ചകൾ കണ്ടിട്ടില്ലല്ലോ. വീട്ടിലാരുമില്ല. വീട്ടാരുമില്ല. ആ, അവിടുത്തെ പപ്പായ ഉണ്ട്. എവിടുത്തെ? ആ വീട്ടിൽ പപ്പ ഇല്ല. പപ്പായൊക്കെ ഇങ്ങനെ പോന്നു. ഇനി വല്ലവരെ ഏൽപ്പിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല നോക്കാനായിട്ട്. വീടേ നോക്കാനായിട്ട് അവിടെ കൂട്ടുകാരുണ്ട്, അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. വീട് നോക്കാനായിട്ടേ അവിടെ കൂട്ടുകാരുണ്ട്, അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരുടെ കൂട്ടുകാർ? ചേട്ടായിടൊക്കെ. അപ്പനും അമ്മയൊക്കെ എന്ത്? അപ്പനും അമ്മക്ക് ഇവിടെ ഇല്ലേ? ഏലിക്കുട്ടി അമ്മയില്ലേ അമ്മ? എല്ലാവരും പോയോ? ആ, എല്ലാവരും പോയി. അവിടെ എത്ര പേരാണ്? അവിടെ 4 പേര്. ഭർത്താന്മാരും മക്കളും ആയിട്ടില്ലേ? ആ, നമ്മുടെ മൂത്ത മകനും മകളും 2 പിള്ളേരും. അതുകൊണ്ട് ഇപ്പം ആരും ഇല്ല. ആ, ഇപ്പം ആരുമില്ല. ഇപ്പം അവിടെ അവർ വീട് ആരാണ്ട് ഏൽപ്പിച്ചിട്ടാണ് പോന്നിരിക്കുന്നത്, നോക്കി അന്വേഷിക്കാനൊക്കെ. കുടുംബം ചുമ്മാ കിടക്കുക. ആ, കുടുംബം ചുമ്മാ കിടക്കുക. ഇവിടെ പെണ്ണുങ്ങളാരും ഇല്ലേ? ഇവിടെ ഇപ്പം ഏലിക്കുട്ടി മാത്രമേ ഉള്ളൂ. മറ്റവരെന്ത്? അവർ പള്ളിയിൽ പോയേക്കുവാ. മറ്റൊരു ജോമോളല്ലേ ഇവിടെയുള്ളൂ. ജോമോളല്ലേ ഇവിടെ പെണ്ണായിട്ട് വേറെ ഉള്ളൂ. വിവീനെ കോളേജിലും അല്ലേ. അവിടെ പോയി വിവീനെ പഠിക്കാൻ പോയേക്കുമല്ലേ? എവിടെയാ? പത്തനംതിട്ടയ്ക്ക്. പത്തനംതിട്ട കോളേജിലാ? ആ, അവൾ അവിടെ നിന്ന് പഠിക്കുമല്ലേ. കുടുംബത്തിൽ ആരാ വല്ലതൊക്കെ എടുക്കണേ? കുടുംബത്തിൽ ജോമോൾ എടുക്കും. ജോമോളല്ലേ ഉള്ളത്. അമ്മയ്ക്ക് എപ്പോഴും കുടുംബത്തിൽ ആൾ പെണ്ണുങ്ങൾ വേണം. അതാണ് അമ്മ എപ്പോഴും പെണ്ണുങ്ങൾ. അപ്പന്മാരാരും ഇല്ല. പൊള്ളാപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അവിടെ അപ്പം മരിച്ചു പോയില്ലേ? അവിടെ അപ്പം മരിച്ചു പോയി. ഞങ്ങളുടെ അപ്പം മരിച്ചു പോയില്ലേ? പിന്നെ അപ്പന്മാരെല്ലാം മരിച്ചു പോയി. വല്യപ്പൻ പോയി. അത് 10-20 വർഷമായില്ലേ? അത് 10-20 വർഷമായില്ലേ? അതിന് ഹാർട്ട് അറ്റാക്ക് അല്ലായിരുന്നോ? മേലാതിരിക്കുമായിരുന്നു. 10-65 വയസ്സുണ്ടായിരുന്നു. 10-65 വയസ്സുണ്ടായിരുന്നു. 65 വയസ്സുണ്ടായിരുന്നേ. ഇച്ചിരി പഴം കൂടെ തരട്ടെ? ഇച്ചിരി പഴം കൂടെ തരട്ടെ? ഇച്ചിരി കൂടെ തരട്ടെ? ഇച്ചിരി കൂടെ തരാം. നേരത്തെ തരാം. രാവിലെ ഇച്ചിരി വിശപ്പുണ്ടെന്ന് തോന്നുന്നു. ഒരു മുറിയും കൂടെ കൊടുത്ത് നോക്കാം. കഴിക്കുമെന്നാ? അതുകൂടെ കഴിച്ചോ? അതുകൂടെ കഴിച്ചോ? അതുകൂടെ കഴിച്ചോ? കഴിച്ചോ? അതുകൂടെ കഴിച്ചോ? അതുകൂടെ കഴിച്ചോ? അത് കഴിച്ചോ? അതുകൂടെ കഴിച്ചോ? അതുകൂടെ കഴിച്ചോ? അതുകൂടെ കഴിച്ചോളാനേ.
നമ്മുടെ സ്വഭാവം ഇങ്ങനെയാണ്. അമ്മ ഒരു ഇത്ര കഴിപ്പുള്ളൂ. ഇപ്പോൾ നമ്മളത് കൊണ്ട് കൊടുത്തിട്ട് അത് കഴിക്കില്ല. ഇനി ഞാനതെടുത്ത് മാറ്റിയേക്കാം. നമ്മുടെ രീതി ഇങ്ങനെയൊക്കെയാണ്. കഴിക്കുമെന്നറിയാൻ നമ്മൾ കൊടുത്തു നോക്കിയതാണ്. അങ്ങനെ പൊതുവേ അമ്മ ഒരു മീഡിയം കഴിപ്പേ ഉള്ളൂ. ആ വെള്ളം എടുത്ത് കൂടി, വെള്ളം എടുത്ത് കൂടി. മതിയോ? പക്ഷേ വെള്ളം കുടിച്ചില്ലല്ലോ. ആ കഴിച്ചപ്പോൾ ഇച്ചിരി കുടിച്ചല്ലേ ഉള്ളൂ. ആ കഴിച്ചപ്പോൾ ഇച്ചിരി വെള്ളം കുടിച്ചതല്ലേ ഉള്ളൂ. അത് ബാക്കി കൊണ്ട് ആ വെള്ളം കുടിച്ച് ഇച്ചിരി കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ. എന്നാൽ ഗുളികയും കൂടെ എടുത്ത് തന്നേക്കാം. അവിടെ ഗുളിക. ആ വെള്ളം എടുത്ത് കൂടി. എന്നാ വെള്ളം. ഗുളിക കഴിക്കുന്നത് വെള്ളം കുടിക്കണ്ടേ? ഇപ്പം വെള്ളം കുടിയൊന്നുമില്ല ഗുളിക കഴിക്കുമ്പോഴല്ലേ. മൊത്തം കുടിയ വെള്ളം. അരക്കപ്പ് വെള്ളമേ കൊടുത്തുള്ളൂ. ആ വെള്ളം അതവിടെ ഇരുന്ന് തണുത്ത് പോയായിരിക്കും. അരക്കപ്പ് വെള്ളമേ കൊടുത്തുള്ളൂ. എന്നിട്ട് അത് കുടിക്കുകയില്ല. ഇവിടുത്തെ അമ്മ ഏലിക്കുട്ടിയല്ലേ? ആ പിന്നെയുള്ള അമ്മ പള്ളിയിൽ പോയെന്ന് പറഞ്ഞില്ലേ? ജോമോളമ്മയാണോ? 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 ആ ആ അത് അരിയല്ലേ കഴുകാൻ എത്തിക്കുന്ന. അത് നമ്മുടെ പട്ടിയാണ്. അവനിവിടെ നമ്മുടെ ഒച്ച കേട്ട് കഴിയുമ്പോൾ അവന് വിശക്കാൻ തുടങ്ങും. അപ്പോൾ അവന് കൊണ്ട് കൊടുക്കണം. മറ്റവൻ മിണ്ടിയല്ലേ, അവൻ കിടന്ന് വെള്ളം ഉണ്ടാക്കും. ഇച്ചിരി തീറ്റ മതി. പണ്ടത്തെ പോലെയുള്ള വഴക്കൊന്നും ഇല്ലാതെ ഇന്ന് അമ്മ കാപ്പി കുടിച്ചു. പഴയ ആദ്യം മുതലുള്ള വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം. ഇന്ന് വലിയ പ്രശ്നമൊന്നും കൂടാതെ അമ്മ കാപ്പി കുടിച്ചിട്ടുണ്ട്. അമ്മേനെയൊക്കെ അന്വേഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ജനലിലെ കൂടെയുള്ള വീക്ഷണത്തിനായിട്ട് ഈ മുറിയിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ മുറി ചേട്ടായും ചേച്ചിയും ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് വേറെ ആരും കൂടെ അധികം കയറാറില്ല. അമ്മ ഒന്നിങ്ങനെ വല്ല അടച്ച് പൂട്ടിപ്പോകുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കർട്ടനൊക്കെ വലിച്ചിട്ടു തിരിച്ചു പോരുന്നുണ്ട്. ഇനി ചിലപ്പോൾ ഇപ്പോൾ ഇതിലെ കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അല്ലെങ്കിൽ സാധാരണ ഒരു മയക്കമാണ്. രാവിലത്തെ കാപ്പിടി കഴിഞ്ഞ് പോയി ഒരു കിടപ്പുണ്ട്. ചില ദിവസങ്ങളിൽ അതിലേൽ നടക്കും. ഇപ്പോൾ ആൾക്കാർ ഇവരാരും കൂടി ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും അത് കയറി വാതിലടച്ചിട്ടുണ്ട്. ചിലപ്പം ഇച്ചിരി കഴിയുമ്പോഴത്തേനും ഇറങ്ങി വരും. ആരും കണ്ടില്ലെന്നും പറഞ്ഞ് നോക്കാം. ഇതുണ്ട്. നമുക്കിവിടെ കപ്പളയില്ലല്ലോ. അമ്മ കാപ്പിടി കഴിഞ്ഞിട്ട് കിടപ്പുള്ളതല്ലേ? മുഴുവൻ തിനിയല്ലായിരിക്കും കേട്ടോ. ആ തിനിയല്ലായിരിക്കും. മുറിച്ചങ്ങോട്ട് പകുതി അവിടെ വെച്ചിട്ട് പകുതി പിന്നെ കൊടുക്കാം. അത് കാപ്പി കുടിച്ചില്ലേ? കഞ്ഞിയാണോ കുടിച്ചേ? പഴമല്ലേ തിന്നേ? പഴമല്ലേ കഴിച്ചത് രാവിലെ? ഏത്തപ്പഴം പുഴുങ്ങിയതല്ലേ കഴിച്ചേ? നമ്മുടെ അപ്പളത്തന്നെയാണോ? നാളൊക്കെ എവിടെ താമസിക്കുന്നത്? എവിടെയാ? മാളെ മനസ്സിലായില്ലേ? വിലയുണ്ടോ? മേടിച്ചതാണ്. ഉണ്ടാക്കിയതാ. ഭിത്തി കെട്ടിയൊക്കെയാണ്. ഭിത്തി കെട്ടിയൊക്കെയാ. എല്ലാത്തിനും വയറ് നിറഞ്ഞു പോയി. ഇപ്പൊ അപ്പി പോയിക്കോളും നല്ലോണം. ഇപ്പൊ ശുദ്ധമായിട്ട് കിടന്നുറങ്ങാം. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് പഴവും കപ്പളങ്ങായി. അകലം മധുരമില്ല. തുമ്പ പറഞ്ഞ നല്ലതാന്ന് പറഞ്ഞു. ആ വയറ് നിറഞ്ഞതാണ്. അതിലുള്ള പഴുത്താൻ മധുരമില്ല. ഇതിനെങ്ങനെയാ നമ്മൾ കടിച്ച് തിന്നുമ്പോ മധുരം കിട്ടത്തക്ക പോലെ
മതിയായിപ്പോയി. അവർ പള്ളിയിൽ പോയല്ലോ. പിള്ളേരൊക്കെ എന്ത് ചെയ്യും? ദിവാനും പോയാ അവിടെ ഉണ്ട് രണ്ടുപേരും പഠിച്ചോ അല്ലേ? നിങ്ങൾക്ക് അടുത്തുണ്ടോ? ഇന്നില്ല. അവധിയാ. നമുക്കിപ്പോൾ എന്നാ ജോലി? കാരിത്താസില്. ആണോ? ആരാ ഇത്? ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലെന്നു. ലീലാമ്മയല്ലേ? ലീലാമ്മയായത് ലീലാമ്മ. അതെ. ആ വളർത്തു വല്ലാതായി. കാപ്പി കൂടി കഴിഞ്ഞൊരു കടപ്പുള്ള ഇപ്പം സാറിന് ഇവരെ ആരും കാണാതെ വരുമ്പോഴത്തേന് ഓടി നടക്കണ ചിലപ്പം. പക്ഷെ ഇന്നിപ്പോൾ അങ്ങ് കിടക്കുക ചെയ്തേ. ഞാൻ പോവാ പോവാ അങ്ങോട്ട് പോവാ. കഞ്ഞി വെക്കണം. കഞ്ഞി വെക്കണം. കഞ്ഞി വെക്കാൻ പോയി വെച്ചോ. നീ പോയി വെച്ചോ. അമ്മയുടെ ഇല്ലേ? അമ്മയില്ലേ? ഇവിടുത്തെ അമ്മ ഇല്ല. പള്ളിയിൽ പോയി. പള്ളിയിൽ പോയി. പള്ളിയിൽ പോയി. പള്ളിയിൽ പോയാ ഞാനോടത്തൂടെ ഉണ്ടായിട്ട് വരാൻ നടക്കാഞ്ഞിട്ടായിരുന്നു. അമ്മ എവിടെ ഇരുന്നോ? നടക്കാവില്ലല്ലേ? കുഴപ്പമില്ല. അപ്പോൾ കാപ്പി കൂടി കഴിഞ്ഞു. ചേച്ചി കൊടുത്ത കപ്പളങ്ങയൊക്കെ തിന്നിട്ട് അമ്മ കിടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങിയായിരുന്നു. ഇനി എന്നെ എടുക്കണം നോക്കാം. എണീറ്റ് നോക്കാം. അമ്മ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഉറക്കമൊക്കെ കഴിഞ്ഞ് ഏറ്റല്ലേ? നീ ഇതിലൊന്ന് നടക്ക്. ചിലപ്പം ഇതിലൊന്ന് നടക്കും കുറച്ച് നേരം. ഇതിലേക്ക് ഒന്ന് കറങ്ങി നടന്നിട്ട് അത്തോട്ട് കയറി പോവാണ്. നടക്കുന്നില്ലേ? ഇതിലേ നടക്കുന്നില്ലേന്ന്? ഇതിലേ നടക്കുന്നില്ലേന്ന്? നടക്കണില്ലേന്ന്? ആ എന്നിട്ട് ഉമ്മ നടക്കണം. ആ ചുമ്മാ എക്സർസൈസ് അമ്മ അതിൽ നടക്കുന്നതാണല്ലോ. കുറേ വർത്താനമൊക്കെ പറഞ്ഞ് നടക്കുന്നതാണല്ലോ. അത്യാവശ്യം നടന്നതാണ്. അത്യാവശ്യം വന്നാൽ നടക്കുന്നതല്ല. ഇപ്പം ആരെ കാണാത്തോണ്ടെങ്കിൽ കയറിപ്പോകാൻ തോന്നും. മിക്കവാറും കൂടെ ജോമോള് കിടക്കുന്നല്ലേ ഈ സമയത്തൊക്കെ. പക്ഷെ അതൊന്നും ഇപ്പം നിലവിലെ ഓർമ്മയിലില്ല. അതുകൊണ്ട് അത്തേക്ക് കയറിപ്പോയിരിക്കുകയാണ്. മുൻപത്തെ പോലെയുള്ള അന്വേഷണങ്ങളൊന്നുമില്ല ആളെ കാണാഞ്ഞിട്ടും. പൊതുവേ ഇവിടെ വന്ന് ഇപ്പോൾ ജോമോള് കൂടെ കിടക്കുന്നതല്ലേ. രാവിലത്തെ കാപ്പിടി കഴിഞ്ഞ് രണ്ടുപേരും കൂടെയൊക്കെയാണ് മിക്കവാറും കിടക്കുന്നത്. ഇന്നിപ്പം കിടക്കുന്നില്ലെങ്കിലും അമ്മ അന്വേഷിക്കുന്നില്ല. ചിലപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ ഒന്നും കൂടെ എണീറ്റ് വന്ന് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അമ്മയുടെ റൊട്ടീൻസൊക്കെ അല്ലെങ്കിൽ സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ കയറിയിട്ട് അമ്മ അത് അടുത്ത ഘട്ടം നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വന്ന് ഇവിടെ നിൽക്കുവാണ്. ഇവിടെ നോക്കി നിൽക്കുവാണ്. പലവട്ടം എന്നോട് ചോദിച്ച് വരേണ്ടതാണ് ഇവിടെ ആരുമില്ല പെണ്ണുങ്ങളില്ലേ എന്നൊക്കെ ചോദിച്ച് ഈ മുറി വഴിയൊക്കെ തപ്പി നടക്കുന്ന അമ്മയാണ്. പക്ഷെ ഇന്ന് അമ്മ സൈലൻ്റാണ്. ഇന്നിപ്പോൾ ഇവിടെ വന്ന് ജനൽ ഇപ്പം ഞാനിപ്പോൾ തുറന്നിട്ടാണ്. അത് പിന്നെയും വന്ന് അടച്ചു. ഇനിയിപ്പോൾ ചോറിനുള്ള സമയമായി. ഇപ്പോൾ ചോറിനുള്ള കാര്യം ചോദിക്കാം. അമ്മയ്ക്ക് കഞ്ഞിയാണല്ലോ ഇഷ്ടം. അപ്പോൾ അമ്മയ്ക്ക് കഞ്ഞി തന്നെ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അമ്മ കഞ്ഞി കുടിക്കാം. കഞ്ഞി കുടിക്കുക. കഞ്ഞി എടുക്കട്ടെ? ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കുക. ആ കഞ്ഞി കുടിക്കാൻ പാ. ഇല്ല കുടിച്ചില്ല. കുടിക്കാൻ സമയമായതേ ഉള്ളൂ. കുടിക്കാൻ സമയമായതേ ഉള്ളൂ. കുടിക്കാനുള്ള സമയമായതേ ഉള്ളൂ. നല്ല വെയില. ആ അമ്മ എലിക്കുട്ടി കുടിക്കണ്ടേ? എലിക്കുട്ടി കുടിക്കണ്ടേ? അതിനാ വേണ്ടാത്ത തന്നെ വേണ്ടാതെ പറ്റിയല്ലോ. ഇച്ചിരി എടുക്കാം. കപ്പളങ്ങയൊക്കെ തിന്നുകൊണ്ട്. ആൾക്കാരാരാ വരാനുള്ളേ? എലിക്കുട്ടിയമ്മയുടെ ആരാ വരാനുള്ളേ? എലിക്കുട്ടിയമ്മയുടെ ആരാ വരാനുള്ളേ? എലിക്കുട്ടിയമ്മയുടെ ആരാ ഇങ്ങോട്ട് വരാനുള്ളേ? ആ എന്നാൽ ഞാൻ കഞ്ഞി എടുത്തുകൊണ്ട് വരാം. നമ്മുടെ പുളിശ്ശേരിയൊക്കെ ഉണ്ട്, ഒഴിച്ച് തരാം. കപ്പളങ്ങ ആയതുകൊണ്ട് അധികം കുടിക്കുകയില്ലെന്ന് വിചാരിക്കുന്നു. ഏതൊക്കെയാലും സാറിന് കൊടുക്കുന്ന രീതിയിൽ അങ്ങ് എടുത്ത് കൊടുക്കാം. നോക്കാം. കേട്ടോ ഇന്ന് എലിക്കുട്ടി ഭയങ്കര സൈലൻ്റാണ്. ഇന്ന് ഇവിടെ തപ്പി നടക്കുന്നില്ല. അവരെക്കുറിച്ച് ചോദിക്കുന്നില്ല. അമ്മേനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് 1-2 തവണ ചോദിച്ചേ ഉള്ളൂ. കൈ കഴുകിക്കോ. കഞ്ഞി എടുത്തുകൊണ്ട് വരാം. കൈ കഴുകിക്കോ കഞ്ഞി കുടിക്കാൻ. ഇപ്പം കഞ്ഞി കുടിക്കണം. ഉച്ചയെ കഞ്ഞി കുടിക്കുന്ന ചോറുണ്ണുന്ന സമയമാണ്. ആ അപ്പം എടുത്തിട്ട് വരാം. അപ്പം ഇവിടെ കാസർഗോഡിനകത്തായിരുന്നു കഞ്ഞി ഇരുന്നത്. ഇപ്പം ചൂട് കൊണ്ട് കൊണ്ട കൊടുക്കുകയാണ്.
വേണ്ടത് പറ്റത്തില്ല, കഴിക്കണം. ഏ? കഴിക്കണമെന്നേ, ഉച്ചയ്ക്ക് കഴിക്കുന്നതല്ലേ. കൊണ്ട് വെച്ചാലേ വേണ്ട, അവിടെ കൂടെ വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർ വരുന്നു കുടിച്ചോളൂ. ആവശ്യക്കാർ എലിക്കുട്ടിയാ. എലിക്കുട്ടിക്ക് വേണ്ടിയുള്ള കഞ്ഞിയത്. അല്ല, അതെ അതെ, എലിക്കുട്ടി കൊണ്ട് വച്ചിരിക്കുന്ന. ഇതൊന്നുമല്ല. എലിക്കുട്ടി കൊണ്ട് വച്ചിരിക്കുന്ന. അപ്പം അമ്മ അവിടെ സെർച്ച് ചെയ്യാൻ പോയിരിക്കുകയാണ്. അപ്പം നമുക്ക് കറിയും കൂടി എടുത്ത് കൊടുക്കാം. കറി പുളിശ്ശേരി ഞാൻ ഒഴിക്കുന്ന കാര്യം മറന്നുപോയി കേട്ടോ. നമ്മുടെ ഇഷ്ട സാധനമാണ് പുളിശ്ശേരി. പുളിശ്ശേരി വെച്ച് കൊടുക്കട്ടെ. പുളിശ്ശേരി മോര് ആണല്ലോ ഇഷ്ടം, നിങ്ങൾക്കറിയാലോ. കുടിക്കുമെന്ന് അറിയത്തില്ല, ഏതൊക്കെയായാലും ഇഷ്ടമാണ്. ഇപ്പം കപ്പളങ്ങ പഴം ഇടയ്ക്ക് തിന്നുകൊണ്ട് കുടിക്കാനുള്ള സാധ്യത കുറവായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്നാ എവിടെ പോവാണ് കൊണ്ടുപോകുന്നത്? ഇത് എലിക്കുട്ടിക്ക് കഴിക്കാനാ. എലിക്കുട്ടിക്ക് കുടിക്കാനാന്നേ. ആർക്ക്? എലിക്കുട്ടിക്ക് എനിക്കൊന്നും വേണ്ട. വേണമെന്ന് പറഞ്ഞാൽ പറ്റിയല്ല. എന്താ? മക്കൾ വരുമ്പോൾ എന്നെ വഴക്ക് പറയല്ലേ, കഞ്ഞി കൊടുത്തില്ലേന്ന് ചോദിച്ച്. ചാച്ചൻ വരുമ്പോൾ വഴക്ക് പറയും. വരാനുള്ളവരൊക്കെ വന്നോ? വരാനുള്ളവർ വരും. കഞ്ഞി കുടിച്ചിട്ട് നിൽക്കാനാണ് പറഞ്ഞത്. കഞ്ഞി കുടിച്ചിട്ട് നിൽക്കാനാണ് പറഞ്ഞത്. അന്നേരത്തേന് അവർ വന്നേക്കാന്ന്. കഞ്ഞി കുടിച്ചിട്ട് നിൽക്കാൻ പോകണ്ടേ, ഇങ്ങോട്ടോ? അങ്ങോട്ട് വീട്ടിൽ പോകണ്ടേ. ഇത് വീട്ടോട്ടല്ലേ? ആ ഇവിടുത്തെ കാര്യമാകുമ്പോൾ ഇവിടെ ഇപ്പം വരാനുള്ളവർ വരും. ഇവിടെ ഞാനാ വരാനുള്ളൂ. ഇവിടെ ഇപ്പോൾ പിള്ളേരൊക്കെ അല്ലേ വരാനുള്ളൂ. പള്ളിയിൽ പോയവരൊക്കെ വരാനുണ്ട്. കൈ കഴുകിയിട്ട് വാ. കൈ പോയി കഴുകിയിട്ട് വാ. കൈ കഴുകിയിട്ട് വരാൻ. കഴുകാൻ കുടിക്കാൻ വേണ്ട. അയ്യോ വേണം, എനിക്ക് വേണ്ട. ഇച്ചിരി കുടിച്ചോ. അവിടെ ആളുണ്ട്, അവിടെ കൊണ്ടേക്കും. എവിടെ? മുറിക്കകത്ത്. ആ മുറിക്കകത്തൊന്നും ഒരു മനുഷ്യനില്ല. എവിടെ ഒന്ന് കാണിച്ചു എവിടെയാന്ന്. ഞാൻ കൊണ്ട വെച്ച് മൂടിയേക്കാം. മൂടേണ്ട കാര്യമൊന്നുമില്ല. മൂടേണ്ട കാര്യമൊന്നുമില്ല, കുടിച്ചാൽ മതി. എനിക്ക് വേണ്ടേ? വേണമെന്നേ. ഇപ്പം ഒന്നും വേണ്ട. അതിനാ വേണ്ടാത്ത? വിശക്കുന്നില്ലേ? വിശക്കുന്നില്ലേ? വിശപ്പില്ലേ? നമുക്ക് പോകാനുള്ള വീട്ടിലോട്ട് പോകണ്ടേ? വീട്ടിലോട്ട് പോകണ്ടേ? പോകുമ്പോഴേ. പോകുമ്പോഴാ കൊണ്ട വെച്ച് മൂടെ. അതിന് കഞ്ഞി കുടിച്ചിട്ട് വേണ്ട പോകാൻ. കഞ്ഞി കുടിക്കാൻ വീട്ടിൽ ചെന്നാൽ കുടിക്കാം. വീട്ടിൽ കഞ്ഞിയില്ല, വീട്ടിലാരും ഇല്ല. അതുകൊണ്ട് അവിടെ ആളൊക്കെ ഉണ്ട്. അവരെല്ലാം പള്ളിയിൽ പോയേക്കുവാ. പോയി കഞ്ഞി കഴിയിട്ട് വാ. ബാക്കി കറിയും കൂടെ എടുത്തോണ്ട് വരാം. അപ്പോൾ ഏതൊക്കെയാലും നോക്കാം കഴിക്കൂല്ലയോ എന്നുള്ളത് ഉറപ്പില്ല. ഏതാണ്ടൊക്കെ അവിടെ പുറകോർക്കുന്നുണ്ടേ. മീനില്ല, അതുകൊണ്ട് കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമുക്ക് ഇച്ചിരി മീൻ വേണ്ടതാണ്. ഇന്നിപ്പം മീൻ കറി വെച്ചിട്ടില്ല. ബാ നീറ്റ് വാ, നീറ്റ് വാ. വന്ന് കഴുകിയിട്ട് വാ. കഴുകിയിട്ട് വാ. കഞ്ഞി കുടിക്കണ്ടേ? നീറ്റ് വാ. നമുക്ക് പോകാനുള്ളതാന്നേ. നമുക്ക് പോകാനുള്ളതല്ലേ. വീട്ടിൽ പോകണ്ടേ? വീട്ടിൽ പോകണേ. വിശന്നിട്ട് വീട്ടിൽ ചെന്നാൽ വല്ലതും കിട്ടുമോ? ഇനി അത്താഴല്ലേ കിട്ടുള്ളൂ. ഇതുകൊണ്ട് കൈ കഴുകിയിട്ട് വാ. ഏറ്റ് വാ. എനിക്ക് വേറെ പണിയുണ്ട്. വാ. ആൾക്കാർ വരാനുണ്ട്, വരട്ടെ. അയ്യോ അന്നേരം സമയം പോകുന്നേ. സമയം പൊക്കോട്ടെ. സമയം പോയി കഴിഞ്ഞ് കഞ്ഞി കുടിച്ചാൽ ശരിയാവുമോ? സമയം എങ്ങോട്ടാ? സമയം നേരെ നീണ്ടു പോവല്ലേ. അത് കഴുകിയിട്ട് വാ. സമയം പോയാലല്ല. സമയം പോയാൽ കഞ്ഞി കുടിക്കാൻ പറ്റുമോ? പിന്നെ സമയം പോയാലാ കഞ്ഞി കുടിക്കുന്നത്. കൊണ്ട് വെച്ചാൽ മതി. വെച്ചിട്ട് കാര്യമില്ല. ചൂട് മാറിപ്പോവും. വാ, ചൂടുണ്ട്. ഞാൻ കൊണ്ട് വെക്കാൻ പോവാം. ചൂടാറിപ്പോവും. വാ, വാ. ചൂടേ ഒരു ചൂട് പോവും. നീറ്റ് വാ. വരാനേ. കഞ്ഞി കുടിക്കണ്ടേ? വീട്ടിൽ പോകണ്ടേ? ഇവിടെ ആരാ ഉള്ളേ? ഇവിടെ ആരുമില്ല. ആരും പറഞ്ഞു ഇല്ലെന്നേ. ഇവിടെയുള്ളവരൊക്കെ അവിടെ പോയി. ഇവിടെയുള്ളവരൊക്കെ അതിലേക്ക് പോയി. ഓരോ വഴിക്ക് പോയിരിക്കുക. അവരുടെ കൂടെ പുറകെ നമുക്കും പോകണം. ഓരോ വഴിക്കോ? എന്നാത്തിന്? ഓരോ കാര്യങ്ങൾക്കായിട്ട് പോയിരിക്കുക. ടോമി ലിസിയൊക്കെ വരുമ്പോഴത്തേനും നമുക്കങ്ങ് ചെല്ലണം. വാ. കഞ്ഞിയൊക്കെ കൊണ്ട് വെച്ചാൽ മൂടിയാൽ ശരിയാക്കില്ല. ടോമി ലിസിയൊക്കെ വന്നിട്ടില്ലേ?
ഞാൻ മൂടാൻ പോവാം. എന്നിട്ട് ഞാൻ ഇച്ചിരി കഴിയുമ്പം വീട്ടോട്ടും പോകും. ആ വീട്ടോട്ട് പോണന്നേ അതിന് കഞ്ഞി കുടിച്ചിട്ട് ചെല്ലണം. ഞാൻ പൊക്കോളാം. തന്നെ പോവാ? തനിച്ച് പോകുമോ? എങ്ങനെയെങ്കിലും ആരെങ്കിലും വരും. ആര് വരാൻ? കൊണ്ടുപോകാൻ വരും. അന്നേരം അങ്ങ് പോകും. അത് ശരിയാ, ആരെങ്കിലും വരും. അതിന് മുമ്പ് കഞ്ഞി കുടിക്കണ്ടേ? കഞ്ഞിയെ കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് കൂടി. വീട്ടിൽ കഞ്ഞി ഇല്ലെന്നാ പറഞ്ഞേ. വീട്ടിൽ അമ്മ ഇല്ല. ആര് പറഞ്ഞു? അമ്മ പള്ളിയിൽ പോയേക്കുവാ. അമ്മ പള്ളിയിൽ പോയേക്കുവാ. അതിനെന്നാ? പെരുന്നാൾ കൂടാൻ പോയേക്കുവാ. അതിനൊക്കെ അവിടെ വേറെ ആളുണ്ട്. വേറെ ആര്? വേറെ ആരാ അവിടെ ഉണ്ടാക്കാനുള്ളേ? അമ്മയല്ല വേറെ ആരെങ്കിലും അവിടെ ഉണ്ടോ? അമ്മയല്ലാതെ വേറെ ആരെങ്കിലും അവിടെ ഉണ്ടോ? വേറെ ആളൊക്കെ ഉണ്ടോ? ഇല്ലെന്നേ. അവിടെ ആരും ഇല്ല. അമ്മ പള്ളിയിലും പോയി. വന്ന് കഞ്ഞി കുടി. അമ്മ കഞ്ഞി വെച്ചിട്ട് പോയതാ. അമ്മേ, എലിക്കുട്ടി അമ്മേ, കഞ്ഞി അമ്മ കഞ്ഞി വെച്ചിട്ട് പോയതാന്ന്. അവർ പെണ്ണുങ്ങൾ വരുമ്പോൾ അവർ എടുത്ത് കൊടുക്കുമോ അവർ കുടിക്കുകയൊക്കെ ചെയ്തോ. ആ പെണ്ണുങ്ങൾക്ക് മാത്രം കുടിച്ചാൽ മതിയോ? അമ്മയ്ക്ക് കുടിക്കണ്ടേ? എലിക്കുട്ടി അമ്മയ്ക്ക് കുടിക്കണ്ടേ? കാര്യം എലിക്കുട്ടി അമ്മയ്ക്ക് കുടിക്കണ്ടേ? പെണ്ണുങ്ങൾ എടുത്ത് കൊടുത്താലേ കുടിക്കുള്ളൂ എന്നാണോ അപ്പോൾ പറഞ്ഞു വരുന്നത്? കഞ്ഞി രാവിലെ പഴമല്ല തന്നേ. അതുകൊണ്ട് ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാം. വാ വാ, കഴുകു പോയി കൈ കഴുകിയിട്ട് വാ. കഞ്ഞി കുടിക്കാൻ വരാനേ. നമുക്ക് പോകണ്ടേ? പക്ഷേ അങ്ങ് വെച്ചിട്ടിന് കാര്യം. എലിക്കുട്ടിക്കുള്ളത് വേറെ ആൾക്കാർ കുടിച്ചാൽ അങ്ങനെ ശരിയാണ്. ഇത് എലിക്കുട്ടിക്കുള്ള കഞ്ഞിയാ. വേറെ ആൾക്കാർക്കുള്ള കഞ്ഞി വേറെ ഉണ്ട്. അവരൊക്കെ കഞ്ഞി കുടിച്ചിട്ടേ വരുള്ളൂ. അവർ വരണം. അവർ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. എണീറ്റ് വാ, നമുക്ക് പോകണ്ടേ? വീട്ടിൽ പോകണ്ടേ? വീട്ടിൽ പോകണമെന്നൊന്നുമില്ല. പിന്നെ എവിടെയാ പോകണ്ടേ? കിടന്നാൽ മതിയോ? അപ്പം അങ്ങനെയായോ? വാ ഏറ്റ് വാ. തന്നെ കഞ്ഞി എടുത്ത് വെച്ചിരിക്കുന്നത് ചൂട് പോവും. കഞ്ഞിയുടെ ചൂട് പോകും. അതിന് മുമ്പ് കുടിക്കേ. എന്നാൽ ഞങ്ങൾ പോക്കോട്ടെ? ഞങ്ങൾ പോവാ. കഞ്ഞി കുടിച്ചില്ല ഞങ്ങൾ പോവും. കഞ്ഞി കുടിച്ചില്ലെങ്കിൽ ഞങ്ങൾ പോകും. ഞാൻ പോവും. ആ അപ്പോൾ കഞ്ഞി കുടിച്ചില്ലേ വിശക്കിയല്ലേ? എലിക്കുട്ടിക്ക് വിശക്കിയല്ലേ? എങ്ങോട്ട്? അത് വീട്ടിലോട്ട് പോവാതെ. അതിന് വേണ്ടി കഞ്ഞി കുടിച്ചിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. കഞ്ഞി കുടിച്ചിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. കഞ്ഞി കുടിക്കണം. അവിടെ കഞ്ഞി ഇല്ലെന്ന്. അമ്മ വിളിച്ചു പറഞ്ഞ്. അമ്മ പറഞ്ഞ് ഇവിടെയാണ് കഞ്ഞി വെച്ചിരിക്കുന്നത്, അവിടെ കഞ്ഞി ഇല്ലെന്ന്. ഇവിടെയാണ് കഞ്ഞി ഉള്ളതെന്നാണ് പറഞ്ഞത്. വാ ഏറ്റ് വാ. മൂടിയിട്ട് കാര്യമില്ല. എലിക്കുട്ടിക്കുള്ളത് മൂടി വെച്ചിട്ട് കാര്യമുണ്ടോ? കൈ കഴുകിയിട്ട് വാ. ഇന്നിപ്പോൾ കഞ്ഞി കുടിക്കുന്ന ലക്ഷം കാണുന്നില്ല. ഒരു കപ്ലിങ്ങ എന്നാണ്. വിശക്കുന്നുണ്ട് കൂടി വന്ന് കഴിച്ചേനെ. ഇച്ചിരി വർത്താനമൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ആരെയും അന്വേഷിക്കുന്നില്ല കേട്ടോ. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നിങ്ങൾ നേരത്തെ മുതലേ വീഡിയോ കാണുന്നവർക്കറിയാം. മറ്റേ ഇപ്പോൾ അല്ലേ തപ്പി നടക്കണതാണ്. ഇപ്പോൾ തപ്പിയൊന്നും നടക്കുന്നില്ല. കഴിക്കാനേ അത് വന്ന് കഴിക്കാൻ, ഭക്ഷണം കഴിക്കാൻ. വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റിയില്ല. കഴിക്കണം. പിള്ളേർ വരുമ്പോൾ എന്നോട് വഴക്കുണ്ടാക്കുന്നേ. ഇപ്പോൾ ടോമിയൊക്കെ ഇങ്ങനെ വരികയല്ലേ? ടോമി ലിസിയൊക്കെ ഇങ്ങനെ വരും. ടോമി ലിസിയൊക്കെ ഇങ്ങനെ വരും. എന്നിട്ട് കഴിച്ചിരിക്കണമെന്നാണ് പറഞ്ഞത്. കഴിച്ചിട്ട് നിൽക്കണമെന്നാണ് പറഞ്ഞത്. ടോമി ലിസിയൊക്കെ വരും. ടോമി ലിസിയൊക്കെ വരും. അല്ല അവരെന്നെ വഴക്ക് പറയാലേ? നമുക്ക് എന്നെ കഞ്ഞി കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പം അവർ വരുമ്പോൾ പോകാനുള്ളതാ. വാ കഴുകിയിട്ട് വാ. അവർ വരുമ്പോൾ അവരോടെ പോകണ്ടേ? അവരൊക്കെ വരുമ്പോൾ അവരോട് വീട്ടിൽ പോകാനുള്ളതല്ലേ? ടോമി ലിസിയൊക്കെ വരുമ്പം വീട്ടിൽ പോകണ്ടേ? എന്നാൽ കഴുകണ്ടേ? നേരം വെളുത്ത് പോയാൽ മതി. അതിന് കഴിക്കണം. വാ കൈ കഴുകിയിട്ട് വാ. കഴിച്ചിട്ട് പോവാം. ഇപ്പോൾ വണ്ടി ഇങ്ങോട്ട് വരും. ഇപ്പോൾ വണ്ടി ഇങ്ങോട്ട് വരും. ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല ഇന്ന്. ഇവിടെ ആരും ഇല്ല. അതല്ലേ പറഞ്ഞേ.
നമുക്ക് കഴിച്ചിട്ട് വാ, നമുക്കും പോയേക്കാം. നമുക്കും പോയാച്ചാലോ? എന്നാ പറയണ? വാ വാ വാ, കഞ്ഞി കുടിക്കും, വാ ഒന്ന് കഴിക്കും, വാ കഴുകിയിട്ട് വാ, കൈ കഴുകിയിട്ട് വരാനേ, എനിക്ക് വേറെ പരിപാടികളുണ്ട്. വാ കൈ കഴുകിയിട്ട് വാ, കൈ കഴുകിയിട്ട് വരാൻ. ഇത് കഴിക്കണ്ടേ? കഴിക്കുമെന്ന് എൻ്റെ വായിലെ വെള്ളമെല്ലാം പറ്റി അമ്മയോട് പറഞ്ഞ് കേൾക്കുന്നവർക്കും അരോചകമാകുന്നു എൻ്റെ വർത്താനങ്ങൾ. ഒന്ന് കഴിക്കേ. അവർ വരുമ്പോൾ ആര് വരുമ്പം? വരാൻ ആൾക്കാർ വരുമ്പോഴത്തേനും കഴിച്ചിരിക്കണ്ടേ? അതിനെ വേണ്ടാതെ അതിനൊന്നും കുടിക്കത്തില്ല. അതെ മൂടൊന്നും വേണ്ട, എലിക്കുട്ടി കുടിച്ചാൽ മതി. എലിക്കുട്ടി പുറത്തുനിന്ന് വന്നവർക്കുള്ള ഇവിടെ വേറെ ഉണ്ടെന്നേ. പുറത്തുനിന്ന് വന്നവർക്ക് വേറെ ഇവിടെ ഉണ്ട്. ഇത് എലിക്കുട്ടിക്കുള്ള, ഇത് എലിക്കുട്ടിക്ക് വെച്ചിരിക്കുന്ന, എലിക്കുട്ടിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന. അപ്പോൾ ഇന്ന് കഴിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് മൂടി പിന്നെ കഴിക്കുമോ? കൊണ്ടുവച്ചാൽ പിന്നെ കഴിക്കുമോ? അപ്പം ഇന്ന് കപ്പളങ്ങാപ്പഴമൊക്കെ തിന്നതിൻ്റെ ആണെന്ന് തോന്നണു. ഇനി അവരെ കാണാത്തതുണ്ട്. പെണ്ണുങ്ങൾ വന്നെടുത്ത് കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. സാറിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കഴിക്കുന്നത്. ഇപ്പോൾ വിശപ്പില്ല, അതുകൊണ്ടാണ് കഴിക്കാത്തത് ശരിക്കുമുള്ള കാര്യം. കപ്പളങ്ങ അമ്മ തിന്നതിൻ്റെ കൂട്ടൊരു പീസ. ഇനി ആരാ കുടിക്കുന്നത്? ഉപ്പും കറിയിലെ വെച്ച് ഇനി ആരാ കുടിക്കുന്നത്? ഇനി ആരെങ്കിലും കുടിക്കുമോ? എലിക്കുട്ടി തന്നെ കുടിക്കുമോ? എന്നാ കപ്പളങ്ങാപ്പഴം തിന്നോ? കപ്പളങ്ങാപ്പഴം തിന്നാലോ? കിടക്കാൻ പോകണോ? അപ്പോൾ ജോമോളൊക്കെ കാണാത്തതിൻ്റേതായിട്ടുള്ള ഒരു മുട്ടലും മുക്കലും ഒക്കെയാണ്. ഇവിടെ വേറെ ആരും കാണുന്നില്ലല്ലോ. അതിൻ്റെ മുട്ടലും മുക്കലും ഒക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒരു കുഴപ്പമില്ലായിരുന്നു. എലിക്കുട്ടിയമ്മ കഞ്ഞി കുടിച്ചില്ല. കഞ്ഞി കുടിക്കാഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ലീലാമ്മ ചേച്ചി രാവിലെ കാപ്പി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കപ്പളങ്ങാപ്പഴം കൊണ്ടുവന്നായിരുന്നു. അത് തിന്നായിരുന്നു. അതുകൊണ്ടാണോന്ന് അറിയത്തില്ല. അതേതാ? എലിക്കുട്ടി അറിയല്ലേ? അതേതാ? മനസ്സിലായില്ലേ? എന്നെ മറന്നു പോയോ? ഓർക്കമില്ല. എന്നാ ഞാൻ ഇവിടുന്ന് പോയേക്കുവാ. എന്നാ ഞാനിങ്ങോട്ട് വരുന്നില്ല, ഇനി പോയേക്കുവാ. എവിടെ പോവാ? വീട്ടിലോട്ടോ? എന്നെ മറന്നു പോയില്ലേ? മറന്നുപോയാൽ അങ്ങനെയല്ലേ, കുറച്ച് കഴിയുമ്പം മറന്നു പോയിട്ട്. നമ്മുടെ വീട് എവിടെയാ? എൻ്റെ വീട് ഇതാ. എന്താ വിശേഷം? വിശേഷം എന്നായിരിക്കണം? ഒരു വിശേഷവും ഇല്ല. നീ തന്നെ ഉള്ളോ? ഞങ്ങളെല്ലാവരും ഉണ്ട്. അമ്മയുണ്ട്, കെട്ടിയവനുണ്ട്, മക്കളും ഉണ്ട്. എല്ലാവരും കൂടെ വന്നതാണോ? എല്ലാവരും ഇവിടെയാ താമസിക്കുന്നത്. അല്ല, കല്യാണമൊക്കെ കഴിഞ്ഞിട്ടല്ലേ മക്കളുണ്ടാവുന്നേ? അല്ല, അവര് വന്നു. കല്യാണക്കാർ വന്നായിരുന്നു ഇവിടെ. കല്യാണക്കാരൊക്കെ വന്നതാ. അതല്ലേ? എന്നെ ഒന്നും ഇപ്പം അറിയത്തില്ല. എന്നെ ഒന്നും അറിയത്തില്ല. എനിക്ക് അറിയത്തില്ല. എത്ര നാളായി. മുട്ടായി കിടക്കണം. പൊളിക്ക്. അങ്ങനെയല്ലേ, പൊളിച്ചു തരാം. കോലുമുട്ടായി. മധുരമുണ്ടോ? ചെറിയ മധുരമുണ്ടോ? അപ്പം എലിക്കുട്ടി അമ്മ കുഞ്ഞുപിള്ളേർ എന്നെ കോലുമുട്ടായി നിന്നിരിക്കുകയാണ് അല്ലേ? കുഞ്ഞുപിള്ളേർ എന്നെ കോലുമുട്ടായി നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കുഞ്ഞല്ലേ, അതുകൊണ്ട് തിന്നാം, കുഴപ്പമില്ല. കടിക്കത്തില്ല, അത് ഊമ്പി തിന്നണം. ഊമ്പി തിന്നേണ്ട സാധനം.
കണ്ടമാനം ഉണങ്ങിയായിരിക്കാം. ആ അത് ഇങ്ങനെ ഊമ്പി തിന്നണം, കടിക്കരുത്. കടിച്ചു തിന്നുന്ന നല്ലത്. ഇച്ചിരി വായി കിടന്നല്ല വെള്ളം ആ ഉണ്ടാവും. അത് ഇങ്ങനെ ഊമ്പി തിന്നണം. ഊമ്പി തിന്നുന്ന കടിച്ചു തിന്നുന്നല്ല കേട്ടോ. ആടെ കടിച്ച് പൊട്ടിച്ചോ? പൊട്ടി അത് കടിച്ച് പിടിച്ച് തിന്നുന്നല്ലമ്മേ. ഇതിങ്ങനെ വായിലിങ്ങനെ ഊമ്പി തിന്നുന്ന മിഠായിയാ. പൊട്ടി ആ കടിച്ച് പൊട്ടിച്ചു. കല്ലുപൊല്ലിക്കുന്ന സാധനം കടിച്ച് പൊട്ടിച്ചു. ഇപ്പം മധുരം ഉണ്ടോ? ഇപ്പം മധുരം ഉണ്ടോ? മധുരമുണ്ട്. ആ ഉണ്ടല്ലേ. മുമ്പ് തിന്നുന്ന മുട്ടായി അമ്മ കടിച്ച് പൊടിച്ച് തിന്നോ? എന്നാ ചെയ്യണമെന്ന് പറ. കോഴി മുട്ടായി കൊണ്ടുവന്ന് വെറുതെ ആയിപ്പോയി. വീട്ടിലെ അമ്മയൊക്കെ ഈ വീട്ടിലെ അമ്മയിലേ കുത്തിയിരിക്കുന്നേ. ഈ കുത്തിയിരിക്കുന്ന ഇവിടുത്തെ അമ്മ ഈ മുട്ടായി തിന്നുകൊണ്ടിരിക്കുന്ന. കടിച്ചു പൊട്ടിച്ച് തിന്നുവാണോ? കടിച്ചു പൊട്ടിച്ച് തിന്നുവാണോ? കടിച്ച് പൊടിച്ച് തിന്നുവാ. ആരാ കൊണ്ടുവന്നേ? കല്ല് പോലെ ആ കല്ല് പോലെ ഇരിക്കുന്ന മുട്ടായിയാ. ഇതെന്തിനാ ഇതെടുത്തോണ്ട് വന്നേ? ആ എന്നാ അവിടെ കൊണ്ട് വെച്ചേര്, ആരെങ്കിലും തിന്നോളൂ. ആ എവിടെയാ വെക്കണം? അടുക്കള കൊണ്ടുപോയി. അടുക്കള ഇരുന്നല്ലേ? അടുക്കളയിൽ ഇരുന്നതല്ലേ? ഇതെടുത്തോണ്ട് എന്തിനാ പോന്നേ? കഞ്ഞിയും കുടിച്ചില്ല. കഞ്ഞിയും കുടിച്ചില്ല എലിക്കുട്ടി. ഞാൻ കുടിച്ചില്ല. ആ അതല്ലേ പറഞ്ഞേ. ആരാ തരാനോ? ആര്? ഞാനെടുത്ത് തന്നാണല്ലോ. അപ്പം അങ്ങനെയായോ? ഞാനെടുത്ത് തന്നാണല്ലോ. ആരാ തന്നു? ഞാൻ അവിടെ മൂടി വെച്ചിരിക്കുന്നത്. എലിക്കുട്ടിയല്ലേ അവിടെ കൂടെ മൂടി വെച്ചിരിക്കുന്നത്? എനിക്കാരും തന്നില്ല. ഞാനാ എടുത്ത് തന്നത്. എനിക്കിട്ട് വേണ്ടതാ. വേണ്ടെന്നും പറഞ്ഞ് വെച്ചിട്ട് പോയതല്ലേ. ഇത് കണ്ടില്ലേ കഞ്ഞി ഇരിക്കുന്നത്? ഇതല്ലേ കഞ്ഞി ഇരിക്കുന്ന കണ്ടില്ലേ? എനിക്കൊന്ന് കിടന്നാൽ മതി. ഇത് കണ്ടില്ലേ കഞ്ഞി മൂടി വെച്ചിരിക്കുന്നത്? കുടിക്കാൻ കഴിയാഞ്ഞിട്ട് അതും പറയണം. ഉണ്ടോ? കറിയൊക്കെ മൂടി വെച്ചതാ. എലിക്കുട്ടി കൊണ്ട് മൂടി വെച്ചാ, ഞാൻ മൂടി വെച്ചതല്ല. വേണ്ട. ആ എനിക്ക് എടുത്ത് വെച്ചാണോ? ആ എപ്പം? ഞാൻ മുമ്പ് എടുത്ത് കൊണ്ട് തന്നതല്ലേ അവിടെ. എന്നെ തരാഞ്ഞ? ആഹാ അപ്പം ഞാൻ കുഴപ്പക്കാരനാകാം. ഞാൻ അവിടെ കൊണ്ട് തന്ന കുറേ പറച്ചിൽ പറഞ്ഞാൽ എല്ലാവരും കേട്ട് മടുത്ത്. ഞാൻ പറഞ്ഞത് കേട്ട് അവർക്കെല്ലാം ബോറടിച്ച്. അതേരാണ്ട് വെള്ളത്തിലിട്ടിരിക്കുന്നത് ആണോ? ആ എന്നാ കഞ്ഞി കുടിക്കുന്നുണ്ടോ? കഞ്ഞി കുടിക്കുന്നുണ്ടോ? കുടിക്കാൻ പറ്റുമോ? കഞ്ഞി വേണ്ട. ഇത്ര കഞ്ഞി വേണ്ടേ? അത് സാരമില്ല, ബാക്കി വെച്ചിട്ട് നമുക്ക് പട്ടിക്ക് കൊടുക്കാം. എന്നാ എടുത്ത് തരാം. എന്നാ എടുത്ത് തരാം. കൈ കഴുകിപ്പോൾ ഇരുന്നോ? കുറച്ച് മതി. ആ എന്നാ പോയിരുന്നു. ആ കൈ കഴുകിപ്പോൾ ഇരുന്നോ? കൈ കഴുകുന്നില്ലേ? കൈ കഴുകുന്നില്ലേ? കൈ കഴുകുന്നില്ലേ? ആ അവിടെ കഴുകിയല്ലേ, അപ്പുറത്ത് കഴുകിയതാണല്ലോ. ആ എന്നാൽ കുടിച്ചോ. ആ എന്നാൽ ഒന്നും കൂടെ കഴുകി തുടച്ചോ. പള്ളിപ്പൂക്കാരൊക്കെ വന്ന് ക്ഷീണത്തിൽ അങ്ങനെ കിടക്കുവാണ്. അപ്പോഴത്തേനാണ് എലിക്കുട്ടിയമ്മ കഞ്ഞി കുടിക്കാൻ റെഡിയായത്. പിന്നെ എന്നെ കുടിക്കുന്നതന്നെ കുഴപ്പം? കുടിക്കുന്നതിന് തന്നെ കുഴപ്പം? ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട് ഇപ്പം. കുടിക്കാൻ പറ്റുമോ? കുടിച്ച് നോക്ക്, കുടിക്കാൻ പറ്റുമോ? ഉപ്പില്ല. ഉപ്പും ആര് പറഞ്ഞു? ഉപ്പൊക്കെ ഞാൻ ഒത്തിരി ഒഴിച്ചതാ. ഉപ്പില്ല. ഉണ്ടെന്നേ. മതി. ഉപ്പ് കൂടുതലാണോ നോക്കിയേ ഇനി? അത് മതി. ആ നോക്കേ. ഇത് മതി. ആ അത് നോക്ക്. കഴിച്ചില്ലല്ലോ, കഴിച്ചിട്ട് പറ. വായിലോട്ട് വെച്ചിട്ട് പറ. നോക്കിക്കേ ഉപ്പുണ്ടോന്ന്. ഉപ്പുണ്ടോന്ന് നോക്കിയേ. ഉണ്ടാ? ആ എലിക്കുട്ടിയമ്മയ്ക്ക് വിശന്നത് ഇപ്പോഴാണ്. വിശന്നത് ഇപ്പോഴാണല്ലേ? എന്നാ കഴിച്ചോ. ആ 2 മണി കഴിഞ്ഞതേ ഉള്ളൂ, കുഴപ്പമില്ല. ആ അമ്മ ഇവിടെ ഉണ്ടല്ലോ. അമ്മ ഉണ്ട്. ഒരമ്മ ഇവിടെ കിടപ്പുണ്ട്. പള്ളിയിൽ പോയിട്ട് വന്ന് മടുത്ത്. ഒരമ്മ കഞ്ഞി കുടിക്കുന്നു. ആ ആ ഇവിടെയാ താമസിക്കുന്നത്. ആ കണ്ടില്ല. ആര് പറഞ്ഞു? വർത്തമാനം പറഞ്ഞായിരുന്നല്ലോ. മതിയാ? ആ മതിക്ക് കൊണ്ടുവച്ചേ. അത് കഞ്ഞിവെള്ളമല്ലോ, അതും കുടിച്ചോ. കഞ്ഞിവെള്ളം കുടിച്ചോ. ആ അത് കഴിഞ്ഞല്ലോ, എല്ലാം കഴിച്ചല്ലോ. അങ്ങനെയെങ്കിലും വെള്ളം വറ്റിച്ചല്ലോട്ടെ. ഇപ്പോൾ എലിക്കുട്ടിയമ്മയ്ക്ക് വിശന്നപ്പോഴാണ് എലിക്കുട്ടിയമ്മ കഞ്ഞി കുടിക്കാൻ തയ്യാറായത്. അത്രയുള്ള കാര്യം അല്ലേ? വിശപ്പുണ്ടായപ്പോൾ കഞ്ഞി കുടിക്കാൻ തയ്യാറായി. പിന്നെ ഇവരെ കാണുകയും ചെയ്തു. ഇവർ വന്ന് ഇവരെ കാണുകയും കൂടെ ചെയ്തപ്പോൾ കിടക്കുക നമ്മുടെ അമ്മയുടെ മുറിയിൽ. ആ അല്ലേ എവിടെയാണ് കിടക്കുന്നത്? അവിടെ മറ്റേ അമ്മ കിടപ്പുണ്ട്. മറ്റേ അമ്മ കിടപ്പുണ്ട്. അമ്മയാണ് ആ ഇതൊക്കെ കൊണ്ടൊക്കെ അറിയാൻ പോകും. ആ
എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.